അരുൺ രാജ് വിവരങ്ങൾ വച്ചിരുന്നു. അരുൺ, ബി ജെ പിയുടെ പ്രതിഷേധം എന്തിനാണ്, എന്തുകൊണ്ടാണ്? ഹാഷ്മി, കൊല്ലം കോർപ്പറേഷനിൽ മാലിന്യമുക്തമാക്കണം, മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം കോർപ്പറേഷനിലേക്ക് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് പോലീസ് ഈ കോർപ്പറേഷന് 100 മീറ്റർ മുമ്പ് തന്നെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. വി രാജേഷ് ഉദ്ഘാടനം ചെയ്യേണ്ട മാർച്ച് പക്ഷേ അവിടെ നിന്ന് കൈവിട്ടു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ കോർപ്പറേഷൻ മുന്നിലേക്കടക്കം മാർച്ച് എത്തി. പ്രവർത്തകരുമായി പോലീസും ഏറ്റുമുട്ടുന്ന സ്ഥിതി വരെ പലപ്പോഴും ഇതിനിടയിൽ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ പ്രശ്നം തീരാ വേദനയായി മാറുകയാണ് നഗരത്തിൽ എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ നഗരസഭയുടെ ഇടപെടൽ അത് കാര്യക്ഷമമാകുന്നില്ല എന്നുള്ളതാണ് BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. മാലിന്യങ്ങളുമായിട്ടാണ് ഈ BJP കൗൺസിലർമാർ അടക്കമുള്ള BJPയുടെ പ്രവർത്തകർ ഈ കൊല്ലം കോർപ്പറേഷനിലേക്ക് പ്രകടനമായി എത്തിയത്. നിലവിൽ ഇപ്പോൾ മാർച്ച് ഈ കോർപ്പറേഷന് മുന്നിൽ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകരെ നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അല്ല അരുൺ രാജ്, ഈ ജില്ല മാലിന്യമുക്തമാണ് എന്ന് പ്രഖ്യാപിക്കാനൊക്കെ പോവല്ലേ? അപ്പൊ അത് അവിടെ ആ ജില്ലയിൽ മാലിന്യമുക്ത പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന ഒരു ജില്ലയിൽ മാലിന്യത്തിന്റെ പേരിൽ പ്രതിഷേധം എന്തുകൊണ്ടാണ്? സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച മാലിന്യമുക്ത പരിപാടികൾ നടന്നത് കൊല്ലത്താണെന്ന് കോർപ്പറേഷൻ അടക്കം ആവർത്തിക്കുമ്പോഴാണ് ഈ നഗരത്തിൽ അത് മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൊല്ലം കോർപ്പറേഷനിലേക്ക് വലിയ പ്രകടനം ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രവർത്തകർ ഈ മാർച്ചുമായി ഇവിടേക്ക് എത്തിയ ഘട്ടത്തിൽ പോലീസ് ആദ്യം ഇതിനെ തടഞ്ഞു. പിന്നീട് പോലീസുമായി പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന കാഴ്ചയടക്കം കണ്ടതാണ്. ഒടുവിൽ വനിതാ പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തി. പക്ഷേ ഇക്കാര്യത്തിൽ ഈ BJP പ്രവർത്തകർ പറയുന്നത് ചിലയിടങ്ങളിൽ മാത്രം ഈ ഉദ്ഘാടനങ്ങൾ നടത്തി മാലിന്യ പ്രശ്നം പരിഹരിച്ചു എന്നതാണ് കോർപ്പറേഷൻ അവകാശപ്പെടുന്നത്. പക്ഷേ എല്ലായിടത്തും ഇത് പ്രാവർത്തികമാകുന്നില്ല. സമ്പൂർണ്ണമായ ഒരു മാലിന്യ സംസ്കരണം ഉണ്ടാകണം. മാലിന്യ പ്രശ്നത്തിൽ പരിപൂർണമായ ഒരു അടിയന്തരമായ ഇടപെടൽ കൂടി കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന ആവശ്യമാണ് BJP ഉയർത്തുന്നത്. പക്ഷേ ഇതിനെ CPM-ഉം അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരിക്കുന്ന LDF-ഉം പറയുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് BJP ഇക്കാര്യത്തിൽ കാട്ടിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മഴയടക്കം കനക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഈ പ്രവർത്തകർ ഇപ്പോഴും ഈ കോർപ്പറേഷന് മുമ്പിൽ ഈ തടിച്ചുകൂടിയിരിക്കുകയാണ്. പോലീസ് ഇവരെ ഈ കോർപ്പറേഷന് മുന്നിൽ തടയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ മാലിന്യമുക്ത ജില്ല എന്നൊക്കെ എന്താണ് കൊല്ലം ഉടൻ തന്നെ പ്രഖ്യാപനത്തിലേക്ക് പോകാനിടയാണ്. പക്ഷേ അവിടെ പ്രശ്നം മാലിന്യമുക്തമായിട്ടില്ല എന്നുള്ളതാണ് BJP പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് BJP അവിടെ പ്രതിഷേധമായി വരുന്നത്.